ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി. ക്ലാസ് മുറികളിൽ പഠിച്ച കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളുമായി വിദ്യാലയങ്ങളിൽ പഠനോത്സവം. പെരിന്തൽമണ്ണ എരവിമംഗലം AUP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ശ്രദ്ധേയമായി. വിദ്യാലയങ്ങളിൽ ഒരു വർഷം പഠിച്ച കാര്യങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് പഠനോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. എരവിമംഗലം AUP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ K. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവനുസരിച്ച് അവരെ തെരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി അത് അദ്ദേഹം വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ സ്കൂളിൽ നടക്കുന്നത്. ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലും ഇതുപോലെ പരിപാടികൾ നടക്കുന്നില്ല. നമ്മുടെ HM അതുപോലെ അവിടെയുള്ള അധ്യാപകർ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം നേടി കുട്ടികളെ നന്നായി മനഃശാസ്ത്രപരമായി എന്തൊക്കെ കഴിവുകളുണ്ടോ ആ രീതിയിൽ അവരെ പഠിപ്പിക്കാൻ കഴിയുന്ന ഉത്തമരായ ഒട്ടനവധി അധ്യാപകരുടെ കഴിവ് കൂടി വെച്ചുകൊണ്ടാണ് ഈ സ്കൂളിൽ ഉന്നതിയിലേക്ക് എത്തിയിട്ടുള്ളത്. PTA പ്രസിഡന്റ് C. നൌഫൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ മലപ്പുറം വിജിലൻസ് DYSP M. ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോങ് സർവീസ് ഡെക്കറേഷൻ അവാർഡ് നേടിയ അധ്യാപിക സൈഫുന്നീസയെ ചടങ്ങിൽ ആദരിച്ചു. അബാക്കസ് ലാബ് ടെസ്റ്റിലും കരാട്ടയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. BRC BPC സന്തോഷ് പാറൽ മുഖ്യപ്രഭാഷണം നടത്തി. BRC CDCC അംഗം PT മനോജ്, സ്കൂൾ മാനേജർ P. ശ്രീനാഥ്, പ്രധാനാധ്യാപകൻ P. ഹംസ, MPTA പ്രസിഡന്റ് C. റസീന തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുന്നതിന് അധ്യാപിക ഇന്ദു ശ്രീനാഥ് രചിച്ച നല്ല നാളേക്കായി ഹ്രസ്വനാടകം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കരാട്ട അഭ്യാസ പ്രകടനങ്ങളും നടന്നു. ചിത്രകലാ അധ്യാപകൻ MK മനോജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വരച്ച 300-ലധികം ചിത്രങ്ങൾ പഠനോത്സവത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു. നമ്മളെ സ്കൂളിലെ കുട്ടികളെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു 300-ൽ പരം ചിത്രങ്ങളാണ് നമുക്കിവിടെ സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ കല എന്ന ഒരു പരിപാടിക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. കാരണം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയസിലും മറ്റേതിലൊക്കെ കാണാം, നമുക്ക് ഒരുപാട് കേസുകൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു കല അല്ലെങ്കിൽ ഒരു കായികം എന്തെങ്കിലും ഒരു മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുട്ടികൾ ആ മൈൻഡിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളുടെ ശരിക്കുള്ള അവസ്ഥ മാറാം. കാരണം മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി നല്ല ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാറാൻ നമ്മളെ കുട്ടികൾക്ക് കഴിയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും ഈ ഒരു സ്കൂളിലെ അധ്യാപകരുടെയും അതുപോലെ നമ്മളെ പെരിന്തൽമണ്ണ BRCയുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഞാനിവിടെ വരാറുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചിത്രപ്രദർശനം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ. പാഠഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ ഗണിത കളികളും ലഘു പരീക്ഷണങ്ങളും പ്രദർശിപ്പിച്ചു. കാവ്യദൃഷ്ടി ആവിഷ്കാരം, സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ, കഥ, കവിത, പാട്ടരങ്ങ്, നാടൻ ചന്ത തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടെല്ലാം പഠനോത്സവം ശ്രദ്ധേയമായി. കുട്ടികളിൽ ഒരു അധ്യയന വർഷത്തിൽ എന്ത് നേടി എന്നുള്ളത് പൊതുസമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയാണ് പഠനോത്സവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജൂൺ മാസം മുതൽ മാർച്ച് മാസത്തിൽ അവർ നേടിയിരിക്കുന്ന കഴിവുകൾ അല്ലെങ്കിൽ അവർ സ്വായത്തമാക്കിയിരിക്കുന്ന ശേഷികളെ എല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ഇന്ന് ഇവിടെ പഠനോത്സവം എന്നുള്ള ഈ ഉത്സവത്തിൽ. വിദ്യാഭ്യാസം എന്നുള്ളത് അല്ലെങ്കിൽ അറിവ് എന്നുള്ളത് അല്ലെങ്കിൽ പഠനം എന്നുള്ളത് ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടാടുന്നത്.